എടാ ഇവിടെ അതിനെക്കാട്ടി വലിയ പ്രശ്നം നടക്കാൻ പോവാ. എന്ത് പ്രശ്നമോ? നമ്മളിപ്പോ എവിടാ പോയത്? സിനിമയ്ക്ക്. ആരുടെ കാശ് കൊണ്ടാ പടം കണ്ടത്? ഷിബുവിന്റെ. ഷിബു എന്തിനാ കാശ് നമുക്ക് തന്നത്? അരി വാങ്ങിക്കാൻ. ആന്നോ? അരി മേടിച്ചോ? അവന്റെ വണ്ടിയുടെ പെട്രോളും തീർത്ത് കൊണ്ട് വെച്ചോ? അവിടെ ചെല്ലുമ്പോ എന്തെങ്കിലും ഒരു കഥ പറയണം. അയ്യോ, കഥയൊന്നും പറയണ്ട, അവൻ പോയി പടം കാണട്ടെ. പിന്നെ നമ്മൾ ഇനി ട്വിസ്റ്റ് പറഞ്ഞെന്നും പറഞ്ഞോണ്ട് അവൻ നമ്മുടെ വെക്കിട്ട്. എന്റെ വണ്ടി പിന്നെ അവിടെ പോയിക്കണ രണ്ടും. ഷിബു സംഭവം എന്തോന്ന് പറഞ്ഞ ഞങ്ങള് നീ പറയണ്ട, നീ പറ. ഞാനല്ല പറയണ്ടേ, ഇവനാ പറയണ്ടേ. പറടാ. എന്താ പറയണ്ടേ? എന്തെങ്കിലും ഗുണം പറയണം. പിന്നെന്താ സിനിമയുടെ പറയട്ടെ? കൊല്ലു ഞാൻ പട്ടി. പറ. അത് പിന്നെ ഇന്ന് അരി വാങ്ങിക്കാൻ പോയപ്പോ എനിക്ക് ഇച്ചിരി പോപ്കോൺ തിന്നണമെന്ന് തോന്നി. അപ്പോ ഞങ്ങൾ കുറെ കടകളിൽ കയറി ഇറങ്ങിയപ്പോ അവിടെ ഒന്നും പോപ്കോൺ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു കടയിൽ ചെന്നപ്പോ അവിടത്തെ മാമൻ പറഞ്ഞ് തിയേറ്ററിലെ പോപ്കോൺ കിട്ടത്തുള്ളെന്ന്. അങ്ങനെ തിയേറ്ററിൽ ചെന്ന് വെച്ചപ്പോ അവര് പറയുക ഇന്റർവെല്ലിലെ പോപ്കോൺ കൊടുക്കത്തുള്ളെന്ന് അല്ലേ? ഇന്റർവെൽ വരെ ഞങ്ങൾ മനസ്സോടെ ആ പടം ഇരുന്ന് കണ്ട്. ഇന്റർവെൽ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയ പോപ്കോൺ ചോദിച്ചപ്പോ അവര് പറയാ പോപ്കോണിന് 100 രൂപയാന്ന്. വാങ്ങിക്കാതെ നിവൃത്തിയില്ലല്ലോ. ഞങ്ങൾ പിന്നെ പോപ്കോൺ വാങ്ങിച്ചിട്ട് പടം പകുതി വരെ കണ്ടില്ലേ, അതുകൊണ്ട് ബാക്കി ഇവിടെ ഇരുന്നും കണ്ട്. പടം കഴിഞ്ഞ് വെളിയിറങ്ങിയപ്പോഴത്തേക്ക് പകുതി വഴി ആയപ്പോഴത്തേക്ക് പെട്രോൾ തീർന്നു. പിന്നെ ഞങ്ങൾ ഉന്തിക്കൊണ്ടാ വന്നത്. കൊള്ളപ്പോ നിങ്ങള് പെട്രോൾ നിർത്താ. പെട്രോളിന്റെ കാര്യം അവൻ ചോദിച്ചില്ലായിരുന്നല്ലോ. പറയുമ്പോ എല്ലാം പറയണമല്ലോ. എടാ